6 വയസ്സുകാരിയുടെ തലയിലേറ്റ കടിയാണ് പെട്ടെന്ന് പേവിഷ വൈറസ് തലച്ചോറിനെ ബാധിക്കാൻ കാരണമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. തലച്ചോറിൽ വൈറസ് ബാധയേറ്റതാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയുണ്ടാകാൻ കാരണം. കുട്ടിയുടെ തലയിലേറ്റ കടി ഗുരുതരമായിരുന്നെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചു. മാർച്ച് 29-ന് നായയുടെ കടിയേറ്റ കുട്ടിക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. മലപ്പുറം പെരുവള്ളൂരിൽ 6 വയസ്സുകാരിക്ക് പേവിഷബാധയേറ്റ സംഭവത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധയേറ്റെന്ന റിപ്പോർട്ടിൽ വ്യക്തത വരുത്തുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. തലച്ചോറിൽ നേരിട്ട് പേവിഷ വൈറസ് ബാധിച്ചതാണ് വാക്സിന്റെ ഫലപ്രാപ്തി കുറയാനും വിഷബാധയുണ്ടാകാനും കാരണമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. 6 വയസ്സുകാരിക്ക് തലയിലാണ് കടിയേറ്റിരുന്നത്. ഈ കടിയേറ്റ മുറിവ് മാരകമായിരുന്നു. തലയിൽ മാരകമായി മുറിവേറ്റതിനാൽ പെട്ടെന്ന് തന്നെ വൈറസ് തലച്ചോറിനെ ബാധിച്ചു. ഈ സാഹചര്യത്തിൽ തലച്ചോറിൽ വൈറസ് ബാധയേറ്റാൽ വാക്സിൻ ഫലപ്രാപ്തിയിൽ സാധ്യത കുറയും. ഇതാകാം വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധയുണ്ടാകാൻ കാരണമെന്നും മെഡിക്കൽ കോളേജ് വിശദീകരിച്ചു. ഇക്കഴിഞ്ഞ മാർച്ച് 29-നാണ് 6 വയസ്സുകാരി അടക്കം 6 പേരെ പെരുവള്ളൂരിൽ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചത്. കടിയേറ്റ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 2 ഡോസും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 1 ഡോസ് വാക്സിനും സ്വീകരിച്ചിരുന്നെങ്കിലും ഈ മാസം 18 മുതൽ കുട്ടിക്ക് വീണ്ടും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. 25-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കവെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കടിച്ച നായയെ പിറ്റേ ദിവസം ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. കേരള വിഷൻ, മലപ്പുറം.